ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നേര്യമംഗലത്തുള്ള കാഞ്ഞിരവേലി എന്ന ഗ്രാമത്തിലെ ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട്. ഏകാന്ത എന്ന പേരുള്ള ഫാം ഹൗസ്. നമ്മൾ ഓണത്തിന് നമ്മൾ പോയതാണ്. നമ്മുടെ സഹോദരിയുടെ വീട് അവിടെയാണ് മൂത്ത. അവിടെ പോയിപ്പോൾ ചുമ്മാ ഫാം ഹൗസ് ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി നേര്യമംഗലത്ത് നിന്നും ഒരു 6 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ച കാഞ്ഞിരവേലി എന്ന ഗ്രാമത്തിൽ എത്താം. ബസ് സർവീസ് ഉണ്ട്. ഒരു ബസ്സുള്ളൂ കേട്ടോ. അത് ഷെഡിൽ പോലെ അങ്ങോട്ടും വാഹനങ്ങളൊക്കെ പിന്നെ കുറവാണ്. പിന്നെ അവിടെ ഉള്ളവർ 2 വീലർ, കാറ്, ഓട്ടോറിക്ഷ, പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് കൃഷിയുള്ള ആൾക്കാരാണ്. റബ്ബർ, കുരുമുളക്, കാപ്പി, കൊക്കോ, പിന്നെ അടയ്ക്കാമരം, അങ്ങനെ കൃഷികളുള്ള മിക്ക വീട്ടിലും റബ്ബർ തോട്ടം. എല്ലാ വീട്ടുകാർക്കും റബ്ബർ തോട്ടമാണ്. മൊത്തം കാടാട്ടോ. ഒരു സൈഡിൽ പെരിയാർ, ഒരു സൈഡിൽ മൊത്തം കാടാണ്. അതിൻ്റെ റിസോർട്ടിൻ്റെ അടുത്തുള്ള ഇതാണ് റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റ്. ഇതാണ് ഏകാന്ത ഫാം ഹൗസ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇറങ്ങി. മൊത്തം ചെടികളുണ്ട്. ഇഷ്ടം പോലെ ചെടികളുണ്ട്. അതുപോലെ മഞ്ഞ ഇല്ലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ചെടികളൊക്കെ നല്ല ചെടികളുണ്ട്. മഞ്ഞ ഇല്ലി ഇഷ്ടം പോലെ നട്ടുപിടിപ്പിച്ച് നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഈറ്റ, നല്ല സാധാ ഈറ്റയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ നല്ല മീൻകുളം കേട്ടത്. അവിടെ 2 മീൻകുളം ഉണ്ട്, മതിയായ കുളം. അപ്പോൾ പുഴയിൽ വെള്ളം കുറഞ്ഞാലുണ്ട്, അവിടെ വെള്ളം കുറവാണ്. ഇഷ്ടം പോലെ മീനുണ്ട്. ചൂണ്ടയൊക്കെ ഉണ്ട് അവിടെ. ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ഇതൊക്കെ ആൾക്കാർക്ക് രാത്രിയൊക്കെ വന്നിരിക്കാൻ വേണ്ടി നമ്മുടെ ഷെഡ് പോലെ കെട്ടിയിരിക്കുന്നതാണ്. മഞ്ഞ ഈറ്റയുണ്ട്, മഞ്ഞ ഇല്ലിയുണ്ട്. അവിടുത്തെ ചെറിയൊരു ഗ്രൗണ്ടാട്ടോ. എല്ലാവർക്കും പന്ത് കളിക്കാനാണ് കളിക്കാൻ. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഒന്ന് റൂം എടുക്കുന്നുണ്ട്. പഴയൊരു വീടാണ്. അപ്പോൾ വീട് അവർ മേടിച്ച് അവർ ഫാം ഹൗസ് ആക്കിയിട്ട് ഇല്ലിയൊക്കെ നട്ടുപിടിപ്പിച്ചു. ഇല്ലി, ഈറ്റ മൊത്തം നട്ടുപിടിപ്പിച്ചു. കൃഷികൾ, മഞ്ഞൾ കൃഷിയുണ്ട്. നമ്മൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾ വിത്ത് കൊണ്ടുള്ള കൃഷി. ഇതാട്ടോ ഫാം ഹൗസ്. അതിൻ്റെ ഫ്രണ്ട് വശമാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഇതാണ് വെള്ളച്ചാട്ടം അവരുണ്ടാക്കിയേക്കാണത്. ഉണ്ടോ, ചെറിയൊരു തോടാണ്. ആ തോട് അവർ കരിങ്കല്ലൊക്കെ കെട്ടി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി. ഉണ്ടോ, പെരിയാറിൽ വെള്ളം കൂടുമ്പോൾ ഇവിടെ ഒത്തിരി വെള്ളം വരും. വെള്ളച്ചാട്ടമായി നല്ല രസമാണ്. അത് ഭയങ്കര എരമ്പലാണ്. ഇപ്പം കുറച്ച് വെള്ളമുള്ളൂ. എന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ സൈക്കിള് തവണ സൈക്കിളുണ്ട്. സൈക്കിൾ സവാരിയൊക്കെ ഉണ്ട്. ചിരട്ട കൊണ്ട് ബൾബൊക്കെ രാത്രി ഇടാൻ വേണ്ടിയിട്ടുള്ള ചിരട്ട കൊണ്ടാണ്. ചിരട്ട, എല്ലി, തുളസി, അതെങ്ങനെ ബൾബ് ഇടണം. അവിടുത്തെ കോഴി വളർത്തലാണ്. കരിങ്കോഴി, നാടൻ കോഴി, മുയലുകളുണ്ട്, മീൻ വളർത്തലുണ്ട്. പിന്നെ കൃഷികളുണ്ട്. പച്ചക്കറി, പയർ, അങ്ങനെയൊക്കെ, വെണ്ട, കൃഷിയുടെ പരിപാടികളുണ്ട്. പെരിയാറിനോട് ചേർന്ന് തന്നെയാണ്. പെരിയാറിൻ്റെ കരയിൽ തന്നെയാണ് ഇത് ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓപ്പൺ കിച്ചണാട്ടോ. നമ്മുടെ പഴയ കാലത്ത് ഈ മണ്ണിഷ്ടിയൊക്കെ വെച്ച് നമ്മൾ അടുപ്പ് കൂട്ടൂലേ, അതുപോലെ അടുപ്പ്
അവിടെ പഴയ ചായക്കട കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ പഴയൊരു ചായക്കട ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാം ഹൗസിലേക്ക് വരുന്നവർക്ക് റൂമൊക്കെ എടുത്ത് താമസിക്കാൻ വരുന്നവർക്ക് അവിടെ ചായയൊക്കെ ഇതാണ്. പെരിയാറിൻ്റെ ചേർന്ന് തന്നെ ഈ രാത്രിയൊക്കെ നമുക്ക് പോയിരുന്ന് പാട്ട് പാടാം, ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പെരിയാറിൽ വെള്ളമുള്ളപ്പോൾ അത് അതിങ്ങനെ മുക്കി ചില ഒത്തിരി വെള്ളം വരുമ്പോൾ അതിങ്ങനെ മുങ്ങിപ്പോകും. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുമായിരുന്നു. നമ്മുടെ പ്രളയ സമയത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിയിട്ടോ. ആ ഫാം ഹൗസിൻ്റെ മുറ്റമൊക്കെ മൂടിപ്പോയാണ്. നല്ല രസമാണ്. എപ്പോഴും ഇങ്ങനെ കിളികളുടെ ഒച്ച. ഇതാട്ടോ ജപ്പാൻ മഞ്ഞൾ. ഇതാണ് ആ താഴെ പെരിയാറിൻ്റെ തീരത്തുള്ള ആ ഷെഡ്. രാത്രി റൂം എടുത്ത് നോക്കുന്നവർക്ക് അവിടെ വന്നിരുന്ന് പാട്ട് പാടാം, വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാം. ഞങ്ങൾ ജിമ്മൊന്ന് കയറി നോക്കി. മൊത്തം ബിൽഡിങ്ങിൻ്റാണ് പറഞ്ഞത്. പെരിയാറിൽ വെള്ളം കുറവാകുന്നുണ്ട്. കലക്കലാണ് കേട്ടോ. ജപ്പാൻ മഞ്ഞൾ, ജപ്പാനിലെ മഞ്ഞളാണത്. അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് ഇവിടെ സൈക്കിളുണ്ട്, പഴയ സൈക്കിളൊക്കെ ഉണ്ട്. ചായക്കടയുടെ ഫ്രണ്ടിൽ ചായക്കടയാണത്. ഫുഡൊക്കെ അവിടെ തന്നെ കേട്ടോ. ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി തരും. നാടൻ ഫുഡുകൾ, കപ്പ, മീൻകറി, ചോറ്, പച്ചക്കറി ഉണ്ട്. പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്, കറികൾ. പിന്നെ ചിക്കൻ, ബീഫ് ഇതൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അവരതെല്ലാം ഫുഡ് രാവിലെ മുതലുള്ള എന്നിട്ട് വൈകിട്ട് വരെയുള്ള ഫുഡ് തരുന്നു. ഇല്ലിയാണ് മൊത്തം. ഇല്ലിയുണ്ട്, ഈറ്റയുണ്ട്, മഞ്ഞ ഈറ്റയുണ്ട്, മഞ്ഞ ഇല്ലിയുണ്ട്. കളി സ്ഥലമാണ് അവിടെയൊക്കെ കളിക്കാം. ഷെഡിൽ കളിക്കാൻ വേണ്ടി നെറ്റൊക്കെ ഇട്ടിട്ടാണ്. അവിടെ ഒരു മീൻകുളം ഉണ്ട്. ഇതാണ് ഇഷ്ടംപോലെ മീനുണ്ട്. ചൂണ്ടയിടാം. ചൂണ്ടയൊക്കെ അവർ തന്നെ തരും. അവിടെ ചൂണ്ടയൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യം പോലെ മീൻ പിടിക്കാം. ഇതാണ് വെള്ളച്ചാട്ടം. അവിടെയൊക്കെ മൊത്തം ഇല്ലി പിടിപ്പിച്ചേക്കുക. നട്ട് പുറത്തേക്ക് ഇല്ലി. കൃഷി ചെയ്യാനുള്ള പാവലം പടവലൊക്കെ കയറ്റിടാൻ വേണ്ടി ഇവിടെ പന്തൽ പോലെ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇളയ മോളാണ് പോകണം. വികാജാണ് ഫ്രണ്ടിൽ പോകണം. അത് പെങ്ങളുടെ ഇളയ മകൻ. നിങ്ങൾ ഫാമൊക്കെ ചുറ്റി കണ്ട് തിരിച്ചു പോരും. വീട്ടിലേക്ക് പോരാണ്ട് കാട്ടിലൂടെ സഞ്ചരിച്ച ഈ ഫാം ഹൗസിലുണ്ട്. ഇത് കർപ്പൂരത്തിൻ്റെ മരാട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പോലെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി മറ്റേ 2-3 കുടുംബമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ 2-3 ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ സൂപ്പറാക്കി എല്ലാവർക്കും ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കി അവരുണ്ടാക്കി തരും. കഴിച്ച് പോരാം. ഓക്കെ.